ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് നിക്സ് വൈറ്റി. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം MCRP സീസൺ 2 എപ്പിസോഡ് 3 ഓക്കെ. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് രോത്തിനെ എങ്ങനെയും കൂട്ടണം. കാരണം രോത്തി ആണ് മേ ബി നമ്മുടെ അയൺ റോഡ്സൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് രോത്തിനെ നമുക്ക് എന്തായാലും പിടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. സോ ഈ വഴി ഞാനും രോത്തും കൊണ്ട് തന്നെ സെറ്റാക്കി അവിടെ അഭാവം സെറ്റാക്കിയിട്ടുണ്ട്. റോൾക്കിൻ്റെയും ഫാൾട്ടിയുടെ വീടിൻ്റെ ഭാഗത്തോട്ടും സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ മരം മുഴുവൻ സെറ്റാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഗൈസ് ഫൺ റോഡ് വീട് ഇവിടെ ഡയമണ്ട് ബ്ലോക്ക് ഉണ്ട്, ഞാൻ എടുത്തു തോന്നുന്നു. കാരണം ഗൈസ് ഫൺ റോഡ് വീട് നൈസ് വീട് ഞങ്ങൾക്ക് ഈ എപ്പിസോഡ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തുണ്ട് മായാവി പോയോ? ഇങ്ങനെ ഇതാ രോത്തിൻ്റെ വീട്. ഞാൻ രോത്തിന് ഒരു ചെറിയ പണി കൊടുത്ത് അവനാണെന്നാണ് നമ്മുടെ ഒരു ഡൗട്ട്. സോ അവനാണെന്നുള്ള ഡൗട്ടിൻ്റെ പേരിൽ ഞാൻ അവൻ്റെ മുഴുവൻ ലൈറ്റ് ഞാൻ എടുത്ത് FUCK ഓഹോ പോടാ രോത്തെ, നിനക്ക് വേറെ ഒന്നും അറിയില്ല. ഈ ഒരു വെറും പൊട്ടനാ. ആടാ രോത്തിൻ്റെ വീട്ടിൽ പോടാ. ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ല രോത്തെ. ഓക്കെ, അതുമാതിരി കാശ് എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയെന്ന് തോന്നുന്നു. ആ രോത്തന്നാണെന്ന് തോന്നുന്നു ട്രാപ്പ് ചെയ്യാൻ നോക്കിയിരുന്നു. എൻഡിലോട്ടൊക്കെ പറഞ്ഞേക്കാൻ തുടങ്ങി. ഞാൻ ആക്കി നിൽക്കുമ്പോൾ എന്നെ എൻഡിലോട്ടൊക്കെ പറഞ്ഞേക്കാൻ നോക്കിയിരുന്നു. ആ രോത്തന്നെ ആവാനാ സാധ്യത. സോ ഇതാണ് നമ്മുടെ സുന്ദരമായ സ്വർഗ വീട്. ഇവിടേക്ക് ആർക്കും ഇനി എൻട്രി ഇല്ലയെന്ന് പറഞ്ഞ് ഒരു സൈൻ ബോർഡ് എഴുതിച്ച്, ഡു നോട്ട് എൻ്റർ ടു ദിസ് ഹൗസ്, ഇഫ് യു എൻ്റർ വി വിൽ അറസ്റ്റ് യു. റൈസ് എൻ്റെ വീട്ടിലോട്ട് ഇനി ആരെങ്കിലും കയറി ഇതാ അറസ്റ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും അത് രോത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ട്രോളൊക്കെ ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇവിടുന്ന് ഐറ്റംസ് മോഷ്ടിക്കുന്നു. അപ്പോൾ ഗൈസ് എൻ്റെ വീട് ഇതാണ്, സുന്ദരമായ വീട്. ഈ അയൺ റോഡ് മോഷ്ടിച്ചത് ആര്? നമ്മുടെ സ്വന്തം ഫഴോത്തെ. സ്വന്തമല്ല, ഒരു വൃത്തിട്ടോനാ. ചടച്ച് കഴിച്ച് അവനെ പിടിക്കണം, എന്നിട്ട് അവനെ നന്നാക്കണം, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കണം. അവനെ തൂക്കിലേക്കാലോ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് ബാക്കി വിളിക്കണില്ല ഗൈസ്, ബാന് തരാം യൂട്യൂബ്. സോ രോത്തെന്ന് പറഞ്ഞിട്ടേക്കാലോ വേണ്ട ഗൈസ്, ഇരുപത്തങ്ങനൊന്നും പറയണ്ട, എനിക്ക് വേണല്ലേ. രോത്ത് ഇങ്ങനെ എഴുതിയോണ്ട് നമുക്ക് എന്തായാലും രോത്തിന് എന്തെങ്കിലും പണി കൊടുക്കണം. സോ തൽക്കാലത്തിനെ ഒന്നും ചെയ്തേക്കൂട, വീട് കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ അതൊന്നും. സോ രോത്തിനൊന്ന് എന്തായാലും തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തേലും പണി കൊടുക്കണം. അപ്പോൾ ഇനി എനിക്ക് രോത്തിനെ പൂട്ടാൻ ഒരാളോട് സഹായം വേണം. ഒരാളുടെ സഹായം ആരെന്ന് വെച്ചാൽ ഫൺ റോഡെ. കാരണം ഫൺ റോഡ് വീട്ടിൽ അവൻ വന്നിട്ട് അവൻ്റെ എന്തൊക്കെ മോഷ്ടിക്കാൻ നോക്കി അവൻ പറഞ്ഞു. സോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു അവൻ നമുക്ക് ഡിറ്റക്റ്റീവ് ആക്കണമെന്ന്. നമ്മുടെ എൻ്റെ ഡിറ്റക്റ്റീവായിട്ട് ഫൺ റോനെ വെക്കണം. നല്ല ഐഡിയ അല്ലേ? സോ ഞങ്ങൾ രണ്ടാളും കൂടി ഇവനെ പൂട്ടും. ഞാൻ ഫൺ റോനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് കുറേ ഡയമണ്ട് ബ്ലോക്ക് കൊടുത്തു ഗൈസ്. അതേമാതിരി ഗൈസ് രോത്ത് ഇപ്പോൾ നല്ല റിച്ചോ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായാലും നല്ല നല്ല വിറ്റിട്ടുണ്ടാവും, നല്ല മോഷ്ടിച്ചതൊന്നുമല്ല അവൻ. കാരണം ഒരിക്കലും ഒരാളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് റിച്ച് ആവില്ല. എൻ്റെ അയൺ റോഡ്സും എൻ്റെ ഐറ്റംസൊക്കെ മോഷ്ടിച്ചിട്ട് അവൻ റിച്ച് ആയതാണ്. സോ അവനെ പിടിക്കാൻ നമുക്ക് ബ്ലാക്ക് മാർക്കറ്റ് ഒന്ന് പോകണം. എനിക്ക് ഫുഡില്ലല്ലോ. സോ ഗൈസ് ഞാൻ ബ്ലാക്ക് മാർക്കറ്റിൽ എത്തിയിട്ട് നിങ്ങൾ അറിയിക്കാം. ഈ സ്ഥലം ബ്ലാക്ക് മാർക്കറ്റ് കുറച്ച് സീനായിട്ടുള്ള സ്ഥലമാണ്. സോ ബ്ലാക്ക് മാർക്കറ്റിൽ എത്തിയിട്ട് നിങ്ങൾ അറിയിക്കാം. വയ്യൊന്നും ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ തുടങ്ങിയതാണ് ബ്ലാക്ക് മാർക്കറ്റ്. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നല്ല പൈസ അല്ലേ, അതുകൊണ്ട് തന്നെ ആണ് ഈ ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയത്. സോ ഗൈസ് ഇവിടെയുള്ള മറ്റേ വില്ലേജറോടെ ഇവിടെ ഡിസൂസോടെ ടിസൂസേ എവിടെടാ ഇവിടെയുള്ള ഡിസൂസ? എന്ത് രോത്ത് കൊന്നുന്നോ?
അല്ല ഇത് എന്റെ റോഡല്ലേ? ഇതാരാ എനിക്ക് തന്നെ? രോത്തോ? അപ്പൊ രോത്തിന് നീ എത്ര പൈസ കൊടുത്ത്? അയ്യോ ഗൈസ്, ടെസ്റ്റിൽ മുഴുവൻ ഇതൊക്കെ കൊടുത്തെന്നാ പറയുന്നത് ഗൈസ്. ഇത് ഞാൻ വൈ എക്സ്പോസ് ആക്കിയിട്ടുണ്ട്. മെമ്പേഴ്സിന് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വിൽക്കാവുന്നതാണ്. ഗൈസ് 1K അടി ഇവിടെ ആയിട്ടാണ് ഗൈസ്. എന്താ ഞാൻ നേരത്തെ വൈ എക്സ്പോസ് ആക്കിയിട്ടില്ല. ബ്ലാക്ക് മാർക്കറ്റ്. നാല് ഇവിടുത്തെ ആളൊക്കെ കൊന്നു. ആരാ എന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? തോന്നിയതാവും, എനിക്കെന്തോ തോന്നിയതാവും ഗൈസ്. ഇത് രോത്താണോ? രോത്തിന്റെ പണിയാണോ ഗൈസ് ഇത്? എനിക്ക് അവിടുന്ന് ആരും അങ്ങോട്ട് പോകണ മാതിരി തോന്നി ഗൈസ്. ഇവിടെ വന്നപ്പോൾ ആരും കാണുന്നില്ല, തോന്നിയതാവും. അപ്പോൾ ഇതെല്ലാം രോത്ത് ചെയ്താൽ വേണേ. അപ്പോൾ ഗൈസ് രോത്തിനെതിരെയുള്ള കേസ് സെറ്റായി. രോത്ത് ഒരാളെ കൊന്നും ചെയ്തു. പിന്നെന്താ പറയുക, എൻ്റെ ഐറ്റംസ് മോഷ്ടിച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ട് രോത്തിന് മേ ബി ഒരു വധശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അത്ര ക്രൂരനൊന്നല്ല, സൈക്കൊന്നല്ല. സോ നമുക്ക് രോത്തിനെ വെറുതെ ഒരു 2 ദിവസത്തിനൊക്കെ നേരിട്ടാൽ മതി. പാവാണ് രോത്ത്. അവന് പൈസ ഇല്ലാതെ മോഷ്ടിച്ചു, പിന്നെ പൈസ ഒരാൾ അറിഞ്ഞ പിന്നെ കൊല്ലുന്ന ഇതിൽ ഒരാളെ കൊന്നും ചെയ്തു. അപ്പം നീ അങ്ങനെ രക്ഷപ്പെട്ടോ? ഓ അങ്ങനെ രക്ഷപ്പെട്ടാളേ. ഇതിൻ്റെ അയൺ റോഡ്സ് ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടിയ പൈസ ആണ് ഗൈസ്. എൻ്റെ റോഡ്സ് ഞാൻ ഇപ്പോൾ വീട്ടിൽ വെച്ചേക്കുന്ന പുതിയ വാങ്ങിച്ച് ഗൈസ്. എന്നിട്ട് കാണാത്തതുകൊണ്ടല്ലേ, ഏറ്റവും മറ്റേത് മോഡ്സൊക്കെ സ്പോണാവും. അതുകൊണ്ട് ഞാൻ പുതിയ വാങ്ങിച്ച് വെച്ചതാണ്. എന്നാലും രോത്ത് ഇത്രക്കാരനായിരുന്നു. സോ ഗൈസ് നമുക്കൊരു എത്രയും പെട്ടെന്ന് ഒരു പ്രിസണും കോർട്ടും പിന്നെ പാർലമെൻറ്റും ഉണ്ടാക്കേണ്ടി വരും. പാർലമെൻറ്റ് എന്തിനാന്ന് വെച്ചാൽ ടാക്സ് കാര്യങ്ങൾ അത് ഫേക്ക് ആവാൻ നല്ല സാധ്യതയുണ്ട്. സോ അതൊക്കെ എന്താ പറയുക, പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാം. ഗൈസ് എനിക്കെന്താ ബാക്കിൽ ആരും ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ സർക്കിളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, തോന്നിയതാവും. ഇടയ്ക്ക് തോന്നുകയാണ് ഗൈസ് ബാക്കിൽ ആരും ഉള്ള മാതിരി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കേട്ടോ, ഞാൻ പോയി. ഞാൻ ഈ പൈസയെ ഇനി രോത്തിനെ പിടിച്ചാൽ എനിക്ക് അപ്പം വരാറ്. സോ ഗൈസ് അതേമാതിരി രോത്ത് ഇവിടുന്ന് മുങ്ങിന്ന് തോന്നുന്നു. രോത്തിനെ കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയേ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ ഗൈസ്. ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പ്രിസൺ ഉണ്ടാക്കും. പിന്നെ മേ ബി രോത്തിനും പിടിക്കുകയും ചെയ്യും, ഫൺ ഗവൺമെൻറ്റ് സഹായം വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ നിക്സ് YT.